ഹലോ എരുവൺ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡിബഞ്ചറിന്റെ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻട്രീസ് ആണ്. നമുക്ക് ഷെയറിന്റെ ഇഷ്യൂ നടക്കുമ്പോൾ അറിയാം, ഷെയർ ആപ്ലിക്കേഷനും അലോട്ട്മെന്റും ഫൈനൽ കോളും ഫസ്റ്റ് കോൾ ഓർ സെക്കൻഡ് കോൾ ഫൈനൽ കോൾ ഇതേ പ്രോസസ് ഒക്കെ തന്നെയാണ്. ഒരു പരിധി വരെ ഇതേ പ്രോസസ് തന്നെയാണ് ഡിബഞ്ചേഴ്സിന് വരുന്നത്. പക്ഷെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു കാര്യം കമ്പനി ശ്രദ്ധിക്കും. ഡിബഞ്ചേഴ്സ് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോഴത്തേക്കും റിഡീം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെ റിഡീം ചെയ്യുകയാണെങ്കിൽ റിഡീം ചെയ്യുന്ന സമയത്തെ നഷ്ടങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്ത് വേണം എൻട്രി എഴുതി പോകാനായിട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഷ്യൂ നടത്തുമ്പോൾ റിഡംഷന്റെ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളുടെ മനസ്സിലാക്കി ആ എൻട്രി എഴുതി പോകുന്നത് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. നമുക്കറിയാം, ഡിബഞ്ചേഴ്സ് പാറിൽ ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻ ആണ്. ഐദർ അറ്റ് പാർ ഓർ പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. യഥാർത്ഥ വില എത്രയാണോ ആ വിലയിൽ ഇഷ്യൂ ചെയ്യുക, അതിൽ കൂടുതൽ ഇഷ്യൂ ചെയ്യുക, അതിൽ കുറച്ച് ഇഷ്യൂ ചെയ്യുക. തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അതിന്റെ മുഖവിലേക്ക് തിരിച്ചെടുക്കും, ഫേസ് വാല്യൂ അറ്റ് പാർ, അല്ലെങ്കിൽ പ്രീമിയത്തിൽ തിരിച്ചെടുക്കും. അതായത് കൂടുതൽ ക്യാഷ് കൊടുക്കുക എന്നുള്ളത്. റിഡീം ചെയ്യുമ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 10 രൂപ അഡീഷണൽ ആയിട്ട് വെച്ച് 110 രൂപയ്ക്കാണ് തിരിച്ചു വാങ്ങുന്നെങ്കിൽ കമ്പനി സംബന്ധിച്ചിടത്തോളം 10 രൂപ എന്ന് പറയുന്നത് പ്രീമിയം ഓൺ റിഡക്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇറ്റ്സ് എ ലോസ്. അപ്പൊ ഇതെങ്ങനെയാണ് എൻട്രിയിലേക്ക് പോകുന്നത്? നമുക്കപ്പോൾ ഓരോ കേസുകൾ എടുത്ത് നോക്കാം. ഇവിടെ ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് ഈ പല കോണ്ടാക്ട്സിൽ ഒന്ന് ഇത് ഇഷ്യൂ ചെയ്ത് റിഡീം ചെയ്യുന്നതായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് 6 സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഈ 6 സിറ്റുവേഷൻ എങ്ങനെയാണ് എക്സ് ലിമിറ്റഡ് ജേണൽ എൻട്രി എഴുതുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കിയാലോ. ഇഷ്യൂഡ് 10% debentures of rupees 100 each at par, redeemable at the end of 5 years at par. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് റിഡീം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. ഇഷ്യൂ ചെയ്തപ്പോഴും നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ എൻട്രി എങ്ങനെ നോക്കാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, to debenture application and allotment, നമ്മൾ ഈ ഓരോ സ്റ്റേജിൽ കൂടെയാണ് ചെയ്തു പോകുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഡിബഞ്ചർ ആപ്ലിക്കേഷൻ സ്റ്റേജ്, ഡിബഞ്ചർ അലോട്ട്മെന്റ് സ്റ്റേജ്, ഡിബഞ്ചർ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ഓർ ഫൈനൽ കോൾ, അങ്ങനെ ആ സ്റ്റേജ് ആണ് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതി പോകുന്നുള്ളത്. ഓക്കെ, ഇവിടെ എത്ര രൂപയ്ക്കാണ്? 10,000 ഡിബഞ്ചേഴ്സ് 100 രൂപ പ്രകാരം. അപ്പം 10 ലക്ഷം രൂപയാണ് എമൗണ്ട് വരുന്നത്. 10,000 into 100 എന്ന് പറയുമ്പോൾ 10 lakh rupees. ഞാൻ ഈ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കേസ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് കേട്ടോ. ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നറേഷൻ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി ഈ ആപ്ലിക്കേഷൻ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എമൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 10% ഡിബഞ്ചറിന്റെ അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്
debenture to %, debentures account. $10 lakh. Narration നമുക്ക് എന്ത് എഴുതാം? Nominal value of debentures issued. അല്ലെങ്കിൽ debenture application and allotment money transferred to debenture account. Debenture application and allotment transfer to debenture account. Okay. ഇനി നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോകാം. Issued 10,000 debentures at ₹100 each at a premium of 10%, unredeemable at the end of 5 years at par. ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്കും 10% പ്രീമിയത്തിലാണ്. അപ്പം തിരിച്ചു പിടിക്കുമ്പോഴത്തേക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂ താഴെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഷെയർ ഹോൾഡറിന് അത് നഷ്ടമായിട്ട് വരുന്നത്. സോറി, ഡെബിറ്റർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമല്ല. കാര്യം 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തത് 100 രൂപയ്ക്ക് തിരിച്ചു പോകാം. അപ്പൊ ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ല, കമ്പനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻട്രിക്ക് വ്യത്യാസമൊന്നുമില്ല, എമൗണ്ടിൽ മാത്രം ഒരു വ്യത്യാസം വരും. Narration no change. എമൗണ്ടിൽ എന്താ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ പ്രീമിയം എമൗണ്ട് അവിടെ കളക്ട് ചെയ്തതാണ്. അപ്പോൾ 11 ലക്ഷം രൂപയാണ് മൊത്തം കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എൻട്രി സെയിം ആണ്, എമൗണ്ട് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് എൻട്രിയിൽ വരുമ്പോഴത്തേക്കും ഈ രണ്ട് പോർഷൻ നമുക്ക് എന്തായാലും എഴുതാതിരിക്കാൻ പറ്റില്ല, സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. എൻട്രി വിൽ ബി debenture application and allotment account to debentures. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. 11 lakh ഡെബിറ്റ് ചെയ്തു. ഡിബഞ്ചറിന്റെ വാല്യൂ എത്രയേ വരാവുള്ളൂ? 10 ലക്ഷം രൂപയെ വരാവുള്ളൂ. അപ്പം 1 lakh എന്തായിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh. നമുക്ക് നറേഷൻ എന്ത് കൊടുക്കാൻ പറ്റും? debentures at premium. Debentures issued at premium. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി മൂന്നാമത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, 5% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, ഫേസ് വാല്യൂവിൽ തിരിച്ചു കൊടുക്കും. അതായത് 95 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു, 100 രൂപ തിരിച്ചു കൊടുക്കണം. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം
കമ്പനിക്ക് ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു ബാധ്യത അവിടെ വരുന്നില്ല. എത്രയാണോ അതിന്റെ ഫേസ് വാല്യൂ, ആ ഫേസ് വാല്യൂ തന്നെ കമ്പനി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രിക്ക് യാതൊരു വ്യത്യാസമില്ല, എമൗണ്ട് മാത്രമാണ് വ്യത്യാസമുള്ളത്. നമുക്കതൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിപ്പം പരീക്ഷയ്ക്ക് വരുമ്പോഴാണെങ്കിലും വളരെ എളുപ്പമാണ്. ആദ്യത്തെ എൻട്രിക്ക് വ്യത്യാസമില്ല. ഇത് വേണേൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. പക്ഷേ ഇങ്ങനെ എഴുതി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ആ ഒരു പ്രൊസീജിയർ വെച്ച് ചെയ്യുന്നതാണ്. ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോ കേസിനും ഒരു 2 എൻട്രി എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ലാസ്റ്റ് പറയാം. കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 10,000 ഷെയർ 95 രൂപ നിരക്കിലാണ് വരുന്നത്. സോ 9,50,000 ആണ് കളക്ട് ചെയ്യുന്ന എമൗണ്ട്. 9,50,000. ഇനി ആസ് യൂഷ്വൽ നമുക്ക് അടുത്ത എൻട്രി എഴുതുമ്പോഴത്തേക്കും ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ 9,50,000. ഞാൻ ഒരു സ്പേസ് വിടുകയാണ്. ടു 10% debentures account letter. നമുക്ക് ഡിവിഡൻഡ് വാല്യൂ എത്ര എഴുതണം? 10 ലക്ഷം രൂപ തന്നെ എഴുതണം. അതിനകത്തൊരു വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ നമുക്കൊരു 50,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ആ നഷ്ടം എന്ത് രീതിയിലാണ് വന്നിരിക്കുന്നത്? ഷോർട്ടേജ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. കണ്ടോ? വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം debentures issued at discount. എത്ര സിമ്പിൾ ആണെന്ന് നോക്കിയേ. ഇനി നമുക്ക് ഫോർത്ത് കണ്ടീഷനിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഇഷ്യൂല് എല്ലാ കേസും ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇഷ്യൂ പാറിൽ ഇഷ്യൂ ചെയ്തു, ഫേസ് വാല്യൂ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു. റിഡീം ചെയ്തതെല്ലാം ഫേസ് വാല്യൂ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ കണ്ടീഷൻ. ആ 3 കണ്ടീഷനാണ് നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ 3 കണ്ടീഷൻ. ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പ്രീമിയം. 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് 110 രൂപ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം. അപ്പൊ അവിടെ ആ നഷ്ടവും കൂടെ നമ്മൾ മുന്നിൽ കണ്ടുവരും. ഓക്കെ, ഫസ്റ്റ് എൻട്രിക്ക് നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ എൻട്രി എല്ലാ കേസും ഒന്ന് കോപ്പി ചെയ്തിട്ടേക്കും കേട്ടോ. മാത്രമേ സമയം കളഞ്ഞ വാല്യൂസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഇനി 4ാമത്തെ കേസ് ഒന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇഷ്യൂഡ് അറ്റ് പാർ. അപ്പോൾ 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 10 ലക്ഷം രൂപ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അഗൈൻ 10 lakh. ഇനി അടുത്ത എൻട്രി വരുമ്പോഴോ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ. നമുക്ക് 10 ലക്ഷം രൂപയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാനിവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് അടുത്ത് എഴുതുന്നതാണ്. ടു debentures, 10% debentures അത് 10 ലക്ഷം രൂപയാണ്. ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ ഈ 10 ലക്ഷം രൂപ തിരിച്ചു വാങ്ങുമ്പോഴത്തേക്കും, ഇഷ്യൂ ചെയ്തപ്പോൾ 10 ലക്ഷം രൂപയ്ക്കാണെങ്കിലും തിരിച്ചു വാങ്ങുമ്പോൾ ഫേസ് വാല്യൂക്കാളും കൂടുതൽ കൊടുക്കുന്ന സാഹചര്യമാണ്. എത്ര ശതമാനമാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? 10%. ഈ 10% എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ
അന്ന് ഇത് തിരിച്ചു മേടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു നഷ്ടമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഓക്കെ, ആ നഷ്ടം എന്നുള്ളതുകൊണ്ട് നമ്മൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നൊരു അക്കൗണ്ടിലേക്ക് നോക്കാം 10,000. എന്തുകൊണ്ടാണ് ഈ നഷ്ടം വന്നത്? റെഡീം ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചെടുക്കുമ്പോഴത്തേക്കും പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നതുകൊണ്ടാണ് ഈ നഷ്ടം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യണം. ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. കണ്ടോ പ്ലാൻ? ഞാൻ ഒന്നും കൂടെ എൻട്രി പറയാം. എഴുതിയപ്പോഴത്തേക്ക് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് 10 lakh 2 ഡിബഞ്ചേഴ്സ് നമ്മൾ എഴുതി വെച്ചു. അങ്ങനെ എഴുതിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും 10 ലക്ഷം അല്ല, 10% പറയുമ്പോൾ 1 ലക്ഷം രൂപ കേട്ടോ, 1 lakh rupees. അപ്പൊ 1 ലക്ഷം രൂപയുടെ നഷ്ടം തിരിച്ചെടുക്കുമ്പോഴുണ്ടാകുന്നത് ഇപ്പോഴേ മുന്നിൽ കണ്ടുകൊണ്ട്, അപ്പൊ നമുക്ക് ഓരോ വർഷം അത് റൈറ്റ് ഓഫ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പോർഷൻ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഈ നഷ്ടം വന്നേ? റെഡീം ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന നഷ്ടമാണ്. അതുകൊണ്ട് ആ നഷ്ടത്തിനെ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ടോട്ടൽ 11 lakh എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. അടുത്ത കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 10,000 debentures at premium 5%. റിഡീം ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ 10%. ഈ ഇഷ്യൂ ചെയ്തപ്പോൾ 5% പ്രീമിയം ഉണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് റിഡീം ചെയ്യുന്ന സമയപ്പോഴത്തേക്ക് ഒരു 5% കൂടുതൽ എമൗണ്ട് കൊടുത്താണ് റിഡീം ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് ആദ്യത്തെ എൻട്രി എഴുതാം. ആദ്യത്തെ എൻട്രിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണോ പ്രീമിയം, ആ പ്രീമിയം എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. 5%. അപ്പൊ 50,000 രൂപയാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയം. 50,000 രൂപ കൂട്ടിയാണ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. സോ 10,50,000. 10,50,000. ഇനി ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് 10,50,000. ഞാനൊരു സ്പേസ് വിടുകയാണ്. ആസ് യൂഷ്വൽ ഒരു സ്പേസ് വിട്ടിട്ട് 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതിൽ എത്ര രൂപ വരാവുള്ളൂ? 10 ലക്ഷം രൂപ അല്ലെ? അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അതിനകത്തൊരു മാറ്റമില്ല. ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയത്തിലാണെന്ന് പറഞ്ഞു. 2 സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അതിൽ ഒരു മാറ്റവും വേണ്ട. എത്രയാണ്? 50,000 രൂപ. അപ്പൊ ഇത് ടാലിയായി. പക്ഷേ റിഡീം ചെയ്ത സമയത്ത് ഒരു പ്രീമിയം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 2 പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അതൊരു 1 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡെബിറ്റിൽ ഒരു 1 lakh ഡിഫറൻസ് വന്നു. ആ 1 lakh അപ്പൊ എന്തായിട്ട് മാറി? ഇതിന് മുമ്പ് ചെയ്ത് ഇപ്പം വേറൊരു റൂട്ടിൽ കൂടിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കംഫർട്ട് ആയിട്ടിരിക്കുന്നത് അതിനനുസരിച്ച് വർക്കൗട്ട്. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത് ഇവിടെ ലോസ് ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രീമിയം എഴുതി. ഇവിടെ നമുക്ക് പ്രീമിയം എഴുതിയിട്ട് ആ ലോസ് കണ്ടുപിടിക്കാം. അക്കൗണ്ട് എഴുതേ വരത്തുള്ളൂ. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡെബിറ്റേഴ്സ് അക്കൗണ്ട്. നോക്ക്, കുറച്ചും കൂടെ നമുക്കതിനെ വൃത്തിയായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് ട്രേസ് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ മക്കളെ. വളരെ എളുപ്പമാണ്. നമ്മുടെ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്.
നമ്മൾ ചുമ്മാ കാണാതെ പഠിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ആ കമ്പനിയുടെ അക്കൗണ്ട് സിസ്റ്റം നമ്മളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് കേസിലേക്ക് നമുക്ക് പോകാം. ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് റെഡിമൂവ് അറ്റ് എൻഡ് ഓഫ് 5 years at a premium of 10%. 5% ഡിസ്കൗണ്ടിൽ നമുക്ക് ഓൾറെഡി ഒരു നഷ്ടം വന്നിരുന്നു. പിന്നെ പോരാനായിട്ട് ഒരു 10% പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നത് 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് നമുക്ക് മൊത്തം. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ എൻട്രിയിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന എത്രയായിരിക്കണം? 9,50,000 നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, 9,50,000. 9,50,000. No, second entry, debenture, application and allotment account, 9,50,000. അക്കൗണ്ടിൽ കണക്കുന്നത് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് എഴുതാൻ പറ്റുള്ളൂ. 2 സ്പേസ് വിടുവാണ്. കാര്യം ഡിസ്കൗണ്ടിന്റെ എൻട്രി എഴുതണം, പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടവും ലോസും. എന്നിട്ട് ഞാൻ ക്രെഡിറ്റില് നമുക്ക് ഡെബിറ്റിൽ ഒക്കെ എഴുതാനുള്ള വരാം 10% ഡിബഞ്ചേഴ്സ്. അതിന്റെ വാല്യൂ എത്രയാണ്? 10 lakh. ഡിസ്കൗണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ നിന്ന് കാണിച്ചേക്കാം. ഇത് 50,000 രൂപ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 50,000. അപ്പൊ ഇത് ടാലി ആയി. ഇനി എന്താ വരുന്നത്? പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു നഷ്ടം അല്ലേ? 2. Premium on redemption of debentures. 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 1 lakh. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊന്ന് ഓരോ സിറ്റുവേഷൻ എടുത്ത് വെച്ച് ഒന്ന് മനസ്സിൽ അസ്യൂം ചെയ്തിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എല്ലാവരും ഒന്നത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കും. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു കമ്പൈൻ ചെയ്യുന്ന ഒരു എൻട്രി എന്ന് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ ഡെബിറ്റർ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഡെബിറ്റ് കൊണ്ട് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ടു ഡെബിറ്റേഴ്സ്. അങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ടു ഡെബിറ്റേഴ്സ് ടു സെക്യൂരിറ്റീസ് പേയ്മെന്റ്. ഇവിടെ വരുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ടു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡെബിറ്റേഴ്സ് അക്കൗണ്ട് ആയിട്ട് ടു ഡെബിറ്റേഴ്സ്. ഇവിടെ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഡെബിറ്റ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡെബിറ്റേഴ്സ് അക്കൗണ്ട് ആയിട്ട് ടു ഡെബിറ്റേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം റിഡംഷൻ ഓഫ് ഡെബിറ്റേഴ്സ് അക്കൗണ്ട്. ഇവിടെ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് debentures account at 10% debentures to securities payment to premium redemption of debentures. ഇവിടെ വരുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് debentures account ആയിട്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് debentures account ആയിട്ട് 2 debentures to premium redemption of debentures. അപ്പൊ ഇതാണ് ഡിബഞ്ചറിന്റെ ഇഷ്യൂമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഒന്നും മനസ്സിരുത്തി ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പക്ഷേങ്കിൽ ഒരു 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റനായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതാം എന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു ശുദ്ധ പടയത്തരമാണ്. ജസ്റ്റ് ലോജിക്ക് മാത്രം. നമുക്കറിയാം ആപ്ലിക്കേഷന്റെ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കിന് ഡെബിറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള എൻട്രിയിലൊക്കെ നമുക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരേ എമൗണ്ടിന്റെ ഒരു കേസ് വെച്ചിട്ടാണ് റേറ്റിൽ വ്യത്യാസം വരുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും തരുന്നത്. എന്ത് തന്നെ തന്നാലും ഞാൻ പറഞ്ഞ എൻട്രി എഴുതിക്കൊണ്ട് നമ്മൾ ട്രേസ് ചെയ്ത് പോകും. എപ്പോഴും ഓർത്തോണം, ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താലും പാറിൽ ഇഷ്യൂ ചെയ്താലും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലും ഡിബിറ്റർ അക്കൗണ്ടിൽ കൃത്യമായിട്ട് ഫേസ് വാല്യൂ മാത്രമേ റിഫ്ലക്ട് ചെയ്യൂ.
ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ലിമിറ്റിലാണെങ്കിൽ സിബിൽ സ്കോറിനെ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാമെന്നായി. ഓക്കെ, അപ്പം അതുവരേക്കും എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.